ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുക കേട്ടോ. വടക്കുന്നാഥ അമ്പലത്തേക്ക് പോകാനായിട്ട് നിൽക്കായിരുന്നു നമ്മൾ പിന്നെ നമുക്കൊന്ന് തൃശ്ശൂരൊന്ന് ജസ്റ്റ് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു 6 മണിക്കൊക്കെ ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മാമനും ആൻറ്റിയും ഉണ്ണിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിത് നമ്മൾ പാർക്ക് ചെയ്തു കാറൊക്കെ. അതിനുശേഷം നിൽക്കുകയാണ്. ഉണ്ണീരെ വെള്ളം കുടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. പൂരമായതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ നട അടയ്ക്കും എന്ന രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നു. മുന്നേ ഉള്ളിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങണം എന്ന രീതിക്കിട്ട്. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നട അടച്ചിരിക്കുകയാണ്, 7:45 ഇനി തുറക്കുള്ളൂ എന്നുള്ളത്. നമ്മളൊരു 7:15 കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി പുറമേയൊക്കെ ഒന്ന് ചുറ്റിടാമെന്ന് വിചാരിച്ചു, എല്ലായിടത്തും തൊഴാനായിട്ട്. അതിന് ശേഷം അപ്പോൾ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു. മാമൻ്റെ താഴെയുള്ള ഉണ്ണിയാണ്ടത്. അപ്പോൾ മൂപ്പരാൾ നിലത്തിറക്കിയപ്പോൾ മൂപ്പരാൾ ഞണ്ടാൻ നിൽക്കുക കഴിയുമ്പോൾ. അങ്ങനെ മൂപ്പരാൾ കുറച്ച് നേരം ഒന്ന് നടന്നതിന് ശേഷം പിന്നെ ഒക്കത്തായിട്ടാണ്. അങ്ങനെ നമ്മൾ പുറത്തുള്ള അമ്പലത്തിലൊക്കെ ഒന്ന് വലം വെക്കുകയായിരുന്നു. 7:45 നട തുറന്നെങ്കിൽ ഒരു 5 മിനിറ്റ് വേഗം തൊഴുതിറങ്ങാനായിട്ട് പറഞ്ഞു കേട്ടോ. കാരണം 8 മണിക്ക് വീണ്ടും അടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലെ തൊഴുതിറങ്ങൽ കഴിഞ്ഞു. നല്ല ഇടിവാളും പിന്നെ മഴക്കാരുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പ്രണവിനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ബ്രദറിനെ. അപ്പോൾ ആളും കൂടി ഉണ്ടായിരുന്നു. പിന്നെ മഴ ചെറുതായി അമ്പലത്തിൽ നിൽക്കുമ്പോൾ തൊട്ടേ ഇങ്ങനെ ചെറുതായി ചാറുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ഇടിവാളുണ്ടായിരുന്നു കേട്ടോ. എവിടെയോ മഴ തകർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഞങ്ങൾ ജസ്റ്റ് ആദ്യം വിചാരിച്ചു ഇനി കറങ്ങണ്ട, നേരെ വീട്ടിലേക്ക് തന്നെ പോവാന്നുള്ള നിലയിലായിരുന്നു. പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എക്സിബിഷൻ കാണാണ്ട് പോവണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ഒപ്പം മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 മനസ്സായിട്ട് നിൽക്കായിരുന്നു, എക്സിബിഷൻ കാണാൻ പോകണോ അതോ വീട്ടിലേക്ക് പോകണോ എന്ന നിലയിൽ. നമ്മൾ അവിടെ നിന്ന് ഒരു 8 മണി 8:15 കൂടിയിട്ട് എന്തായാലും തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തേക്ക്. അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടിയും കഴിഞ്ഞിട്ട് അങ്ങനെ എക്സിബിഷൻ കണ്ട് വീട്ടിൽ പോകാൻ നിലയിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും കാറ് പാർക്ക് ചെയ്തു. അപ്പോൾ വണ്ടിയിലിരുന്നപ്പോൾ നല്ല അടിപൊളി ഇടിമിന്നലായിരുന്നു കേട്ടോ. മഴ ഇങ്ങനെ ചെറുതായി തൂടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു കുടയേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാമൻ്റെ. അപ്പം മൂപ്പരാളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇനി അവിടം വരെ നടന്ന് പോയിട്ട് പിന്നെ വീണ്ടും മഴയൊക്കെ കൊണ്ട് പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ പോകണില്ല എന്നൊക്കെ ആദ്യം വിചാരിച്ചു കേട്ടോ. പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും എക്സിബിഷൻ കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയായി. അവസാനം പോകാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴും ഇങ്ങനെ ഇടി ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു നന്നായിട്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് പിന്നെ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണീനെ എടുത്ത് അങ്ങനെ നടന്നു തുടങ്ങി. മൂപ്പരാൾ ഇടി മിന്നുമ്പോൾ മൂപ്പരാൾക്ക് ഇതിരി പേടിയാട്ടോ. ഇതാണ് നമ്മുടെ പുത്തമ്പള്ളി. അപ്പോൾ ഇടി മിന്നുന്നത് കൊണ്ട് ആൾക്ക് പേടിയായത് കൊണ്ട് ആളിങ്ങനെ അച്ഛൻ്റെ തോളത്ത് തന്നെ കെടുക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അവിടെ നിന്ന് എക്സിബിഷൻ്റെ അവിടേക്ക് കുറച്ച് നടക്കാനായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ പ്രണവും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ എക്സിബിഷൻ കാണാനായിട്ട്. പിന്നെ നമ്മൾ വടക്കുന്നാഥൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ കണ്ട നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ലൈറ്റ് പോണതിനനുസരിച്ച് ഇടി ഇങ്ങനെ മിന്നുമ്പോൾ ശരിക്കും നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി ലുക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അധികം നേരം നിൽക്കാൻ നിന്നില്ല. കാരണം മഴ ഇനി എപ്പോഴാണ് കൂടി തിരിച്ച് വീണ്ടും എക്സിബിഷൻ കാണാണ്ട് തിരിച്ച് പോകേണ്ടി വരും എന്നറിയുന്നുണ്ട്. അധികം നേരം നിന്ന് സമയം കളഞ്ഞില്ല. തന്നെ അവിടെ നിന്ന് നമുക്ക് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, അത്ര തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വീണ്ടും എക്സിബിഷൻ്റെ അവിടേക്ക് എത്തി. അങ്ങനെ നടന്ന് എക്സിബിഷൻ ലൈറ്റൊക്കെ കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. എക്സിബിഷൻ എത്തി എന്ന് തന്നെ വിചാരിച്ചത് കേട്ടോ. അവിടെ എത്തിപ്പിക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ വിശക്കുന്ന വെച്ചാൽ നല്ല ദാഹം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയിട്ടുണ്ട് പോകാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൊഴുതിറങ്ങി നമ്മൾ എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കാണ് മഴ പെയ്തത്. മഴ തുള്ളിയപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നിട്ട് എക്സിബിഷൻ കാണാണ്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും വന്നത് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ ഫുൾ ഇങ്ങനെ പൂരത്തിൻ്റെ ഓരോ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബലൂണ് പിന്നെ മോളിക്ക് പോണ അങ്ങനെ ലൈറ്റ് കത്തിപ്പോലെ അങ്ങനത്തെ കുറേ കച്ചവടക്കാരും ഇതൊക്കെ ആയിട്ട് കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എക്സിബിഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ പിന്നെ നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എല്ലാവർക്കും ഓരോ കുലുക്കി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുലുക്കി സർബത്ത്
നമ്മൾ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല കേട്ടോ. പിള്ളേർക്ക് മറ്റേ എന്തിട്ടാണ് നിലത്തിട്ട് പൊട്ടിക്കണ ഒരു പടക്കം പോലത്തെ ഒരു സാധനം, അത് ഓരോ കുട്ടികളും ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ മാമനും ആൻറ്റി കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുലുക്കി കടയിലെത്തിയാൽ നമ്മൾ ഞാനും പ്രണവും ബൂസ്റ്റ് കുലുക്കിയാണ് കേട്ടോ പറഞ്ഞത്. ബാക്കി ആൻറ്റി ചേട്ടനൊക്കെ പറഞ്ഞത് മാംഗോയുടെ കുലുക്കി, മാമൻ പാൽസർബത്താണ് കേട്ടോ പറഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ബൂസ്റ്റ് കുലുക്കി എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ദാഹമുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒറ്റ വലിക്ക് തന്നെ കുടിച്ചു തീർക്കാൻ തോന്നി. പെട്ടെന്ന് തന്നെ കുടിച്ചു തീർന്നു കേട്ടോ എൻ്റെ. എന്നിട്ട് ഞാൻ ചേട്ടൻ്റെ കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എനിക്ക് ടേസ്റ്റ് നോക്കാൻ. അതിൽ മാംഗോയുടെ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, മധുരം കൂടുതലായിരുന്നു. പിന്നെ എരിവും ഉണ്ടായിരുന്നു കേട്ടോ, മുളകൊക്കെ ഉള്ളത് കൊണ്ട് ഞാനും അതിൽ നിന്ന് കുറച്ച് കുടിച്ചു. സത്യം പറഞ്ഞ ഗൈസ്, നമ്മൾ എക്സിബിഷനിൽ കയറിയില്ല. കാരണം കയറി കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ ഒരു നേരമാവും. അമ്മ അല്ലെങ്കിൽ വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ വരെ എത്തി ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തായാലും നമ്മൾ എക്സിബിഷനായിട്ട് ഒരു ദിവസം എന്തായാലും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി ഫുഡ് കഴിച്ചൊക്കെ എടുക്കാറായപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നടക്കും. ബൈ ബൈ.